പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. കേരളം നദികളുടെയും കായലുകളുടെയും നാടാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ ജില്ലയിലൂടെ ഒഴുകുന്നത്? ഓരോ നദികളും അവ ഒഴുകുന്ന ജില്ലകളും അവയുടെ പ്രത്യേകതകളും അവയ്ക്ക് നൽകിയിട്ടുള്ള പ്രത്യേക പേരുകളുമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. കേരളത്തിലെ നദികളുടെ എണ്ണം 44 മക്കൾക്കറിയാം. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എത്രയാണ്? 41 കിഴക്കോട്ടൊഴുകുന്നവ 3 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയാണ് നദിയായി കണക്കാക്കുന്നത്. കേരളത്തിൽ 100 കിലോമീറ്റർ കൂടുതലുള്ള 11 നദികളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. ഏറ്റവും ചെറിയ നദി പാമ്പാർ. മലമ്പുഴ ഡാം ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? കുറ്റ്യാടിപ്പുഴ. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. കാസർഗോഡ് നഗരത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏത്? ചന്ദ്രഗിരിപ്പുഴ. കേരളത്തിലെ നദികളിൽ ഏറ്റവും ആഴം കൂടുതലുള്ള പുഴ ഏതാണ്? കുപ്പംപുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? വളപട്ടണം പുഴ. ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏത്? മൂവാറ്റുപുഴയാറ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കുറച്ച് നദികളുടെ വിവരണങ്ങൾ നോക്കാം. ഏറ്റവും വലിയ നദി പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്ന്, പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ്. ഇത് പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിൽ. പെരിയാറിന് കുറേ പേരുകളുണ്ട്. ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ട നദിയാണ് പെരിയാർ. അതുപോലെ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. അതുപോലെ മറ്റു പേരുകളാണ് ആലുവ പുഴ, പൂർണ്ണ. ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ എന്ന സ്ഥലത്ത് വെച്ച് 2ആയി പിരിയും. ഇനി നമുക്ക് പെരിയാറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഇതിനോട് കണക്റ്റായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ. പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പെരിയാറിൻ്റെ പോഷക നദിയായ മുല്ലയാറിലാണ്. പെരിയാറിലൊരു ജലസേചന പദ്ധതിയുണ്ട്, പെരിയാർ ഇറിഗേഷൻ പ്രോജക്റ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ടിലാണ്. ഭൂതത്താൻകെട്ടിലെ അടുത്തുള്ള പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെ അണക്കെട്ടുകൾ തുടർന്നുള്ള വീഡിയോകളിൽ നൽകാം കേട്ടോ. കേരളത്തിലെ വലിയ രണ്ടാമത്തെ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഇത് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നാണ്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിനോട് ചേരുന്നു. ഭാരതപ്പുഴയുടെ പേരുകൾ ഏതൊക്കെയാണ്? നില, കേരളത്തിൻ്റെ നൈൽ, ശോകനാശിനിപ്പുഴ, പേരാർ, കോരയാർ, വട്ടയാർ, വാളയാർ, ഗായത്രി, മംഗലം നദി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ ചെറുതുരുത്തിയിൽ. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത്. അതുപോലെ മാമാങ്കം മക്കൾ കേട്ടിട്ടുണ്ടാവില്ലേ?
12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വെച്ച് നടക്കുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മക്കളിവിടെ ഓർത്തു വെക്കേണ്ട പ്രത്യേക ഒരു ചോദ്യമുണ്ട്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. ഇത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയുടെ പോഷക നദിയാണ്. ഏറ്റവും മലിനം കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ. അതുപോലെ ഇതിനോട് കണക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ഇത് ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പുളിച്ചി മലയിൽ നിന്നാണ്. പതനം ആലപ്പുഴ ജില്ലയിൽ വെച്ച് വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. പമ്പയുടെ പേരുകൾ: പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നു. എന്നാൽ കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ അല്ലേ. ഇത് തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ദക്ഷിണ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു. ഭാരതപ്പുഴ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഭാരതപ്പുഴക്ക് ശോകനാശിനി പുഴ എന്ന് പേര് നൽകിയത് ആരാണ്? എഴുത്തച്ഛൻ. പേരുകളൊക്കെ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. 2024 അക്ഷരമുറ്റത്തിൽ ചോദിച്ച ചോദ്യമാണ് ശോകനാശിനി പുഴ എന്ന് പേര് നൽകിയത് ആരാണെന്ന്. എഴുത്തച്ഛനാണ്. അതുപോലെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും CH പ്രതിഭ ക്വിസ്, അക്ഷരമുറ്റം, സ്വദേശ് മെഗാ ക്വിസ് തുടങ്ങിയ ക്വിസ് വീഡിയോസ് നൽകുന്നുണ്ട്. കൂടാതെ LSS USS ക്ലാസ്സുകളും നൽകുന്നുണ്ട്. മക്കളെല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 2ാമത്തേതാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അതുപോലെ കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതും കുട്ടനാടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നിൽ നിന്ന്. പതനം അറബിക്കടലിൽ. ചാലിയാറിനെ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു. നിലമ്പൂർ തേക്കുതോട്ടത്തിൽ കൂടി ഒഴുകുന്ന പുഴയാണ് ചാലിയാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നിലമ്പൂർ തേക്കുതോട്ടത്തെക്കുറിച്ചൊക്കെ മക്കൾക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോവാം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുതോട്ടമാണ് നിലമ്പൂർ തേക്കുതോട്ടം. ഇത് സ്ഥാപിച്ചത് ഹെൻറി വാലന്റൈൻ കനോലിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും നിലമ്പൂരാണ്. നിലമ്പൂർ വെളിയംതോട് എന്ന സ്ഥലത്ത്. തേക്ക് മ്യൂസിയവും തേക്കുതോട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. രണ്ടും നിലമ്പൂരാണ്. ഇനി ഇതിനോട് കണക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം, അതിൻ്റെ പേരാണ് കന്നിമരം. കന്നിമരം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരല്ല കേട്ടോ, അത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. നമ്മൾ നദികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനോട് കണക്റ്റ് ആയിട്ടുള്ളത് മക്കൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. മക്കൾ എഴുതിയെടുക്കണേ. ദൈർഘ്യത്തിൻ്റെ സ്ഥാനത്തിൽ 5ാമത്തെ നദിയാണ് ചാലക്കുടി പുഴ. ഇതിൻ്റെ നീളം 144 കിലോമീറ്റർ. ഉത്ഭവം ആനമലയിൽ നിന്ന്. പതനം പെരിയാറിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള മത്സ്യവൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ. അടുത്ത നദിയാണ് കടലുണ്ടിപ്പുഴ. 130 കിലോമീറ്ററാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. ഇവയിലൊന്നും ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പഠിക്കണ്ട. നമുക്ക് സ്കൂൾ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നദിയാണ് കല്ലടയാർ. കൊല്ലം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു നദിയാണ് കല്ലടയാർ. 121 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇത് പതിക്കുന്നത് അഷ്ടമുടി കായലിലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. ജലസേചന പദ്ധതിയും ജലവൈദ്യുത പദ്ധതിയും മാറിപ്പോകരുത്. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അണക്കെട്ടാണ് തെന്മല അണക്കെട്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു നദിയാണ് മീനച്ചിലാർ. കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന ഏക നദിയാണ് മീനച്ചിലാർ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദ്യം വന്നാൽ ആൻസർ മീനച്ചിലാർ. അരുന്ധതി റോയിന് മക്കൾക്കറിയാലോ, അവർക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്.
ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് മീനച്ചിലാർ. നെയ്യാറ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാറ്. ഇത് ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദിയിലാണ്. ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ പ്രധാനപ്പെട്ട വിവരണങ്ങളൊന്ന് നോക്കാം. കബനി ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിലെ തൊമ്മാർഗുഡിയിൽ നിന്നാണ്. പതനം കർണാടകയിലൂടെ കാവേരിയിൽ ചേരുന്നു. കിഴക്കോട്ടൊഴുകുന്ന മറ്റു 2 നദികളും തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരിയിൽ പതിക്കുന്നു. കർണാടകയിലൂടെ ഒഴുകി കാവേരിയിൽ പതിക്കുന്ന നദിയാണ് കബനി. കുറുവാദ്വീപ് ഏത് നദിയിലാണ്? കബനി നദിയിൽ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാമായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഭവാനിയുടെ ഉത്ഭവം പാലക്കാട് ജില്ലയിലെ നീലഗിരി മലകളിൽ നിന്നാണ്. ഷിർവാണി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭവാനി നദിയിലാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരി നദിയിൽ പതിക്കുന്നു. പാമ്പാർ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട വന്യജീവി സങ്കേതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിട്ടുപോയ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്വിസ് വീഡിയോസുകളിൽ നൽകാം. LSS USS ക്ലാസ്സിന് പുറമെ UPയിലെ 5, 6, 7 ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ വിഷയങ്ങൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. പുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ, അതാണ് മക്കളോട് പ്രത്യേകം പറയുന്നത്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.